മച്ചന്മാർ നമ്മളിപ്പോൾ ദമാമിലാട്ടോ. ഇവിടെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു സ്പെയർ പാർട്സുമായിട്ടുള്ളൊരു ഓട്ടം വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി ഖത്തീഫിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എങ്ങനെ നമ്മളെ യാത്ര ആരംഭിക്കുകയല്ലേ? അപ്പോൾ മച്ചന്മാർ നമ്മളിപ്പം നമ്മളെ ദമാം സനയ ഏരിയയാണ് കേട്ടോ. സനയ ഏരിയ എന്ന് പറയുമ്പം വർക്ക്ഷോപ്പ് ഏരിയയാണ്. ഈ വർക്ക്ഷോപ്പുകൾ ഒരുപാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ഇവിടെ സനയ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിവിടുത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ അടുത്ത് ഇനി നേരെ ഖത്തീഫിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയാണ് നമ്മുടെ മച്ചാന്മാരെ കാണിക്കാം എന്ന് വിചാരിക്കുന്നത്. നേരെ പോകുന്നത് ഖത്തീഫ് അനക്ക് സിഗാത്ത് എന്നാണ് നമ്മളെ ബോർഡ് സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സിഗ്നലിലാണേ. മച്ചന്മാരെ റൈറ്റിലോട്ടായിരുന്നു എനിക്ക് പോകാനുള്ളത് കേട്ടോ. ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ പെട്ടെന്ന് ആ ട്രക്ക് വന്ന് കയറിയത്. അങ്ങനെ എനിക്ക് ആ റൈറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയിട്ട് അവിടെ നിന്നൊരു ചെറിയൊരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. അതുവഴി കട്ട് ചെയ്ത് നമുക്ക് ഇപ്പുറം വന്നിട്ട് ചെറിയൊരു യൂ ടേൺ അടിച്ച് നമുക്ക് പൊയ്ക്കഴിഞ്ഞാൽ നമ്മുടെ താബ സെൻറ്റർ ആ ഒരു സിഗ്നലൊക്കെ ഇല്ലേ, അവിടെ പോയി കയറാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ. നിഗമനം തെറ്റിയില്ലെന്ന് തോന്നുന്നു മച്ചാന്മാരെ. നമുക്കിവിടെ നിന്നിങ്ങനെ പോയിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പൊക്കെ പോയിട്ട് ഒരു യൂ ടേൺ ഉണ്ട്. യൂ ടേൺ അടിച്ചിട്ട് നേരെ പോയിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച വഴിയായി എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു ടേണിങ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ പാടാണ്. നമുക്ക് നമ്മളെ റോഡ് പിടിക്കാനില്ലേ. നമ്മളിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വന്ന റോഡെ വേണമെങ്കിൽ സ്ട്രെയിറ്റ് പോവാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം വാങ്ങാനുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡ് തന്നെ എനിക്ക് പിടിക്കേണ്ടി വന്നത്. റോഡിൽ ഒടിച്ചിരിക്കുന്ന ഇഡലിയിലെ പുറത്ത് കയറുമ്പോഴാട്ടോ ഈ കടകടാന്നുള്ളൊരു സൗണ്ട് വരുന്നത്. ഭയങ്കര ട്രാക്ക് മാറുമ്പോഴുള്ള ആ ഒരു ഞെട്ടലിന് വേണ്ടിയിട്ടേ. മച്ചന്മാരെ നമ്മളിപ്പോൾ ഉള്ളത് ദമാം താബ സെൻറ്ററിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു സിഗ്നലാണ് കേട്ടോ. താബ സെൻറ്റർ കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദരൈ മാള്. ഞാനിവിടെ നിന്ന് യൂ ടേൺ അടിച്ചിട്ട് ഖത്തീഫിലോട്ട് പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ.
മച്ചന്മാർ നമ്മളിപ്പോൾ വന്നത് നമ്മുടെ സിഗാത്ത് റൗണ്ട് അബൌട്ടാണ്. റൗണ്ട് അബൌട്ടിൻ്റെ ഇവിടെ തന്നെയാണ് ഹൈപ്പർ പാണ്ടയും നമ്മുടെ ഹൈപ്പർ ലുലു മാളും. ലുലു മാളല്ല, ലുലു ഹൈപ്പർ മാർക്കറ്റ്. കാണുന്നതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സിഗാത്തിലുള്ള. സൂര്യൻ വന്ന് തലയ്ക്ക് മുകളിൽ നിൽക്കണതുകൊണ്ട് അതിൻ്റെ ആ ഒരു കാഴ്ച അങ്ങ് മങ്ങിപ്പോയി കേട്ടോ. പുള്ളി പെട്ടെന്ന് ലെഫ്റ്റ് കയറാൻ നോക്കിയതാട്ടോ, നടന്നില്ല. ഇവർക്ക് പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മളെ വല്ലാണ്ട് വെറുപ്പിച്ചളയും കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ നാട്, അവരുടെ നിയമം, അവരുടെ രീതികൾ, അവരുടെ വണ്ടികൾ, പിന്നെ നമ്മളെന്ത് പറയാനാണ് അല്ലേ? ഈ ഒരു യുവതിയുടെ സൗണ്ട് പറഞ്ഞത് നമ്മൾ അത്യാവശ്യം കാല് കൊടുക്കുമ്പം പുള്ളിക്കാരി പറയുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ പണ്ട് ഈ റൈറ്റ് സൈഡിലൊക്കെ നല്ല വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. കടലൊക്കെ ആയിരുന്നു നമ്മൾ വരുന്ന സമയത്തൊക്കെ. ഇപ്പോൾ കടലിലെല്ലാം നികത്തി നല്ല കെട്ടിടങ്ങളും കടകളും ഷോപ്പുകളെല്ലാം ഇങ്ങനെ കെട്ടി ഉയർത്തി വരികയാണ്. ഒരു 2-3 കൊല്ലം കൂടെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ആകെ ഫുള്ള് മാറുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നല്ല വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ. ആടാ പുള്ളി ലത്തീഫിലുള്ളയും ദമാമിലുള്ളയും മച്ചാന്മാരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. നമ്മൾ അനക്ക് പഴയ ചെക്ക് പോയിൻറ്റിൽ തുടങ്ങുന്നതിനും ഒരു 10 മീറ്റർ മുമ്പായിട്ട് ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കുക. സുസുക്കി ഡിസൈർ കേട്ടോ ആ റൈറ്റ് സൈഡിൽ കൂടെ പോണത്. ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മാരുതിയുടെ വണ്ടികളുണ്ട്. മാരുതി എന്നുള്ള ലാബിലില്ല, സുസുക്കി എന്ന് മാത്രം. ഫ്രോൺസും വിക്ടാര ബ്രസയും പിന്നെ നമ്മുടെ ഡിസൈറും പിന്നെ ഏതോ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ജിംനി. ഈ വക വണ്ടികളെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. പണ്ട് റെയറായിട്ട് കാണാനുള്ളമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ദേ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരെണ്ണം പോകുന്നത് ഡിസൈറാണ്, ബ്ലാക്ക്. ആ ഫ്രണ്ടിൽ കൊണ്ട് കയറ്റിയില്ലേ ദൈവം, അതും ഡിസൈറാണ് കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിൽ നിന്ന് പറഞ്ഞ വണ്ടി കേട്ടോ, അത് ഫ്രോൺസ് ആണെന്ന് തോന്നുന്നു. കാരണം ഫ്രോൺസ് വാഹനം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല നാട്ടിൽ നിന്ന്, അതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റൊക്കെ കണ്ടിട്ട് അത് ഫ്രോൺസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണിച്ചു തരാൻ വകുപ്പില്ല. ബാക്കിൽ നിന്ന് ഒരു സ്ത്രീയാണ് ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ മച്ചാന്മാരെ നമ്മളിപ്പം മജീദിയ റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കോർണിഷ് റോഡിലോട്ടായി കേട്ടോ. നമ്മൾ കത്തീഫ് ഫിഷ് മാർക്കറ്റൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ റോഡില്ലേ, ആ കോർണിഷ് റോഡിലൂടെയാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് നമ്മളെ റൂമൊക്കെ എത്താറായിട്ടുണ്ട്. വേറെ പിന്നെ ഓട്ടങ്ങളൊന്നും വരാത്തതുകൊണ്ട് നേരെ റൂമിലോട്ട് തന്നെ പോകാൻ പോകുന്നു. ഇപ്പോൾ ഏതാണ്ട് സമയം 5:30 മണി അടുപ്പിച്ചാവാറായി. സംഗതി എന്തൊക്കെയാണെങ്കിലും ഈ രണ്ട് സൈഡിൽ ഈ ഒരു പച്ചപ്പും ഈ ഒരു ആംബിയൻസിലൂടെയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക ഒരു പ്രത്യേക ഫീലാണ്.
നമുക്ക് ക്യാമറയൊക്കെ കയ്യിലെടുത്ത് ഇതിങ്ങനെ ഷൂട്ട് ചെയ്ത് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ മറ്റവൻ ഇവിടെ തന്നെ ഉണ്ട് റോഡിൽ. നമ്മളിതെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കഴിഞ്ഞാൽ മറ്റവൻ നമ്മുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്ത് നമ്മുടെ സ്പോൺസറിന്, ബോസിന് അയച്ചു കൊടുക്കും. പിന്നെ അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളായി, പെറ്റിയായി, പെനാൽറ്റിയായി, ചിന്തിക്കാൻ പോലും വയ്യ. എന്തിനാണ് വെറുതെ തലയിലെടുത്ത് പുണ്ണാക്ക് എടുത്ത് കയറ്റി വെക്കണതില്ലേ? ആവശ്യത്തിൻ്റെ തലയിലുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കണ്ടാ തലയ്ക്ക് മുകളിലിരിക്കുന്നത്. മച്ചാന്മാരിതേ റൈറ്റ് സൈഡിൽ കാണുന്നതുണ്ടോ? അത് ചെറിയ ഒരു ആക്സിഡൻ്റ് എന്ത് സംഭവിച്ചതാണ്. അതിൻ്റെ ഇൻഷുറൻസിൻ്റെ വാഹനമാണ് അവിടെ വന്ന് കിടക്കുന്നത്. ഇവിടെ ഒരു വണ്ടികൾ തമ്മിൽ തട്ടിക്കഴിഞ്ഞാൽ ആ ഇടിച്ച അതേ പൊസിഷനിൽ തന്നെ വണ്ടി ഇട്ടിരിക്കണം. പിന്നെ അതിൻ്റെ ഒരു തെറ്റാരുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ വന്ന് അതിൻ്റെ ഫൈനൽ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം കേട്ടോ. പിന്നെ ഇടിച്ച ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയ്ക്കോ അപ്പനെയോ ഒന്ന് സ്മരിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. കയ്യാങ്കളിയൊന്നുമില്ല. എല്ലാം അതാത് രീതിയിൽ ഇൻഷുറൻസുകാർ നോക്കിക്കോളും. തെറ്റാരുടെ ഭാഗത്താണോ അവരുടെ ഇൻഷുറൻസ് തുകയെടുത്ത് മറ്റവർക്ക് കൊടുക്കുക, വണ്ടി പണിയുക ചെയ്യുക, ഇറക്കുക, സായുധ ചടങ്ങുക. ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അല്ലാതെ മറ്റേ പരിപാടികളൊന്നും കൈനീട്ടലും വാക്കത്തിയെടുപ്പും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മച്ചാന്മാരെ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഇനി നിർത്താനുള്ള പരിപാടിയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ മച്ചാന്മാർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടു.